അങ്ങനെ എല്ലാവർക്കും വേറെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു റൈഡ് ഇറങ്ങിയ ഭയങ്കര തണുപ്പ് റൈഡായി പോയി. കട്ട മഴ എന്ന് പറഞ്ഞാൽ കട്ട മഴ. നമ്മുടെ ഇവിടെ ഒരു എന്താ സ്ഥലത്തിൻ്റെ പേര്, ഡബ്ബോ എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടുന്ന് ഒരു 5 മണിക്കൂറുണ്ട് സിഡ്നിയിൽ നിന്ന്. അപ്പോൾ അങ്ങോട്ട് നമ്മളൊരു ബൈക്ക് റൈഡ് ഇറങ്ങിയ ഞാനും എൻ്റെ കസിൻസും ആരും എത്തിയിട്ടില്ല. 7 മണിക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇപ്പം സമയം ഏകദേശം ഒരു അവിടെ ബൈക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഇപ്പം സമയം ഏകദേശം ഒരു എത്ര മണിയായി, ഒരു 7:30 ആയി. 8 മണിയാകുമ്പോഴത്തേനും പോകണം. ഇന്ന് നല്ല മഴയുള്ള ദിവസം. അങ്ങോട്ടൊരു മരുഭൂമി പോലത്തെ സ്ഥലമാണ് ഡബ്ബോ, മറ്റേ മഡ്ഗി അങ്ങനത്തെ സ്ഥലമൊക്കെ ഫുള്ളൊരു ഡെസേർട്ട് സ്ഥലം. അപ്പോൾ അങ്ങോട്ട് അധികം മഴയില്ല, നല്ല ഡ്രൈ ആയിരിക്കും. അപ്പോൾ നനഞ്ഞു കുളിച്ച് നല്ല തണുപ്പ് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അവരെന്തായാലും ഇറങ്ങാൻ ലേറ്റായി. അപ്പോൾ 1/2 മണിക്കൂർ എടുക്കും. എന്തായാലും 8 മണി 8:15 അവരൊക്കെ എത്തുമ്പോഴത്തേന്. അപ്പോൾ അപ്പോഴത്തേന് കയറി നമ്മളിവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഇവിടെ എന്താ പറയുക, ഒരു മെക്ഡോണൽഡ്സ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പിന്നെ എന്നിട്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്യണം. മഴയില്ലെങ്കിൽ ഗോപ്രോ എടുത്ത് വീഡിയോ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. ഗോപ്രോ എന്തായാലും മഴയില്ലായിരിക്കും, അങ്ങോട്ട് മഴ കാണത്തില്ല. അപ്പോൾ ഇവിടെ എന്തായാലും നല്ല മൂടി നിൽക്കുക. ഇവിടെ ആകാശം കണ്ടില്ല, എപ്പോൾ വേണേലും ഏത് നിമിഷം വേണേലും മഴ പെയ്യാനുള്ള ഇത് നിൽക്കുക. അപ്പോൾ ഏതായാലും അങ്ങോട്ട് പോകുന്ന വഴിക്ക് വീഡിയോ എടുക്കാം. നല്ല തണുപ്പാണ്. വന്നു കഴിഞ്ഞാൽ അപ്പം കഴിച്ച് 8 മണി 8:15 ആകുമ്പോഴത്തേനും എല്ലാം ഇവിടെ നിന്ന് വിട്ടാലേ വൈകുന്നേരം അവിടെ എത്തത്തുള്ളൂ. ഏകദേശം നമ്മൾ കഴിക്കാൻ കയറിയിട്ടോ. അപ്പം ഇനി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇതുവരെ അവർ എത്തിയില്ല കേട്ടോ. അവർക്ക് ഭയങ്കര നല്ല മഴ. ഇവിടുന്ന് കഴിച്ചിട്ട് മഴ കൂടുന്നതിന്റെ മുമ്പ് 10 മണിയൊക്കെ ആകുമ്പോൾ നല്ല മഴയാവും. അയ്യോ, ഇവരൊന്ന് നേരത്തെ എത്തിയായിരുന്നു, വേഗം പോയാൽ മതിയായിരുന്നു ഇവിടുന്ന്. അങ്ങനെ നമ്മുടെ പാൻ കേക്ക് വന്നു. നമ്മുടെ പാൻ കേക്കും ബട്ടറും മേപ്പിൾ സിറപ്പും ഹോട്ട് ചോക്ലേറ്റും. ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേനും മഴ തുടങ്ങി. അതുകൊണ്ട് മഴ ചാറാൻ തുടങ്ങി. കറക്റ്റ് ഇറങ്ങിയ മഴയാറില്ല. എന്തായാലും ഇവിടുന്ന് വേഗം വിടണം. ഞങ്ങളിവിടെ ഒരു പാലത്തിന്റെ അടിയിൽ കയറി ഇരിക്കുക. ഒടുക്കത്തെ മഴ തണുപ്പും നല്ല പോകും. എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല. ഇനി മുമ്പോട്ട് ഇനിയുണ്ട് 4 മണിക്കൂർ, 2 മണിക്കൂർ കൂടെ. അങ്ങനെ ഞങ്ങൾ അടുത്ത മെക്ഡോണൽസിൽ കയറി. ഇവിടെ ഞങ്ങൾ കാറിനും കൊണ്ട് എക്സ്പ്ലോർ കൊണ്ട് വെച്ചു. ഇവിടെ എല്ലാം ഞങ്ങൾ നനച്ച് കോളമാക്കി വിട്ടത്. ഇനിയിപ്പോ ഞങ്ങള് ഇവിടുന്ന് പോവാം. നല്ല താങ്ക് യു. ഭയങ്കര മഴയും വെള്ളമാണ് ഇവിടെ. എന്താ നല്ല മഞ്ഞും മൂടി കിടക്കുക. ഇപ്പൊ ഇച്ചിരി വെയിൽ വരുന്നുണ്ട് കേട്ടോ. സൂര്യൻ ചെറുതായിട്ട് എവിടുന്നോ വരുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ ഇന്ന് പോകാൻ തന്നെ തീരുമാനിച്ചു. ഷൂസൊക്കെ നനഞ്ഞ് ആകെ ഒരു പരുവായിരിക്കുക. ഈ ബൈക്കിന്റെ അടുത്തോട്ട് പോവാ. എവിടെ ബൈക്ക് വെച്ചെന്ന് പോലും ഓർമ്മയില്ല. അയ്യോ, ഭയങ്കര തണുപ്പ് കേട്ടോ. ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ചെറുതായിട്ട് മഴ തുടങ്ങി. ഇവിടെ ഈ മല കണ്ടില്ലേ, നല്ല രസമുണ്ട് ഇവിടുത്തെ ഈ മലകള്. അപ്പൊ ഞങ്ങൾ റൂട്ട് മാറ്റി പിടിക്കാം. ഞങ്ങൾ മഡ്ഗി വഴി പോകാനായിരുന്നു. അപ്പൊ ഞങ്ങളത് മാറ്റി ബാത്തസ് എന്ന് പറഞ്ഞ വേറെ സ്ഥലത്തോടെ ആക്കി. അവിടെ കുറച്ച് മഴ കുറവുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ കുറച്ച് സീനിക്ക് റോഡ് മിസ്സാവും. എന്തായാലും മഴയില്ലെങ്കിൽ ഞാൻ ഗോപ്രോ ഓണാക്കാം. മുടിയാട്ടും കടലും കണ്ടേ, കലിയാടണ കാടും കണ്ടേ, ഒടിമഞ്ഞും മഴയും കൊണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞേ. മേലെ വെൺമുകിലും കണ്ടേ, ഓരത്തൊരു മലരും നിൽപ്പേ, കളിപാടും കിളിയെ കണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞേ. ആടിക്കാറിളകി വരുന്നേ, അരയാലില ആടിയുറഞ്ഞേ, കുഴലൂതണ നാദം കേട്ടേ, നാടാകെ നടനം കണ്ടേ. ആടിക്കാറിളകി വരുന്നേ, അരയാലില ആടിയുറഞ്ഞേ, കുഴലൂതണ നാദം കേട്ടേ, നാടാകെ നടനം കണ്ടേ. ആകെ സീനായി.
ഞങ്ങളുടെ റൈഡിൻ്റെ ഇടയ്ക്ക് നല്ല മഴയായിരുന്നു. അങ്ങനെ എൻ്റെ കസിൻ ആണെങ്കിൽ സ്ലിപ്പായി വീണു. വലിയ കുഴപ്പമൊന്നുമില്ല, ചെറിയ പരിക്കുകൾ, അങ്ങനെ കുറച്ച് ബ്രൂസിംഗ് ഒക്കെ. ഞങ്ങളോട് ഹോസ്പിറ്റലിൽ വന്നു. പുള്ളിയപ്പോൾ ഇങ്ങനെ അഡ്മിറ്റ് ചെയ്ത് അവിടെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക അവർ. ഇനിയിപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും ഇട്ടില്ല. അതിന് പെട്ടെന്ന് ആംബുലൻസ് ഇവിടെ റീജിയനിലൊരു ഓറഞ്ച് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ വന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ സ്റ്റേ ബുക്ക് ചെയ്തെല്ലാം ക്യാൻസൽ ചെയ്തു. ഡബ്ബോ വരെ ഒന്നും പോകുന്നില്ല. ഞങ്ങൾ ഇവിടെ തന്നെ സ്റ്റേ അടിക്കുക. ഞാൻ രാത്രി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചെല്ലാൻ വേണ്ടി. അപ്പം അങ്ങനെ നമ്മളിനി ഇവിടെ സുഖംപ്രോ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയി സ്റ്റേ പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി പോകാം. ഇവിടെ തൽക്കാലം ഞങ്ങൾക്ക് ഇന്നലത്തെ രാത്രി സ്റ്റേ അടിക്കാൻ വേണ്ടി. നല്ല വെതറായി വന്നായിരുന്നു, വെയിലൊക്കെ വന്നായിരുന്നു. പക്ഷേ എൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യാൻ അൺഫോർച്ചുനേറ്റ്ലി പാർക്കിംഗ് ഇല്ലേ? അങ്ങനെ ഞങ്ങൾ ഡബ്ബോ റൈഡ് ക്യാൻസലാക്കി വേറൊരു സ്ഥലത്ത് വന്നു. ഓറഞ്ച് എന്ന് പറയാം, ഒരു എന്താ പറയുക, ഒരു കൺട്രി സൈഡ് സ്ഥലം. അങ്ങനെ നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റേ അടിക്കാൻ പോവുക. ഇവിടെ കസിൻ ആക്സിഡൻ്റായി തെന്നി വീണ്. പുള്ളി ഇങ്ങോട്ട് വരുന്നുണ്ട്, ഡിസ്ചാർജ് ആവുമെന്നാണ് പറഞ്ഞത്. നല്ല പോവുക, ഫുഡ് അടിക്കുക. നല്ല വിശപ്പുണ്ട്, ഒന്നും കഴിച്ചിട്ടില്ല ഇന്ന്. അപ്പോൾ ഇനി പോയി ഫുഡ് കഴിക്കുക, സ്റ്റേ അടിച്ചു. പിന്നെ രാവിലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനെ ഇന്ന് ഹോസ്പിറ്റലും കാര്യങ്ങളായിട്ട് അങ്ങനെ നിൽക്കുക. അപ്പം തിരിച്ചിനി പോണേ 3 മണിക്കൂർ. അപ്പം രാത്രി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് കിട്ടുമെന്ന് നോക്കാം, പുള്ളിക്ക് ട്രെയിന് പോകാൻ വേണ്ടി. ഇപ്പം രാത്രി 8 മണി ആവാനായി. നല്ല തണുപ്പ്. ഇതാണ് സ്ഥലം, ഓറഞ്ച്. നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ പോയി ടിക്കറ്റ് ഉണ്ടോ എന്ന് അന്വേഷിക്കണം. ഇതാണ് ഓസ്ട്രേലിയയിലെ പഴയ ഒരു റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ഒന്ന് ചോദിക്കാനൊരു മനുഷ്യനും ഇല്ല. ടിക്കറ്റ്സ് ആൻഡ് ഇൻഫർമേഷൻ. അവിടെ ഉണ്ട് ടിക്കറ്റ്സ് ആൻഡ് ഇൻഫർമേഷൻ. ആരും കാണത്തില്ല രാത്രിയിൽ. ഇവിടെ രാത്രി ഒന്നും അങ്ങനെ ട്രെയിൻസ് ഇല്ല, അതുകൊണ്ട് കയറാനും കാണുമല്ല. ഇതാണ് നമ്മുടെ പഴയൊരു വെയിറ്റിംഗ് റൂം. ഒക്കെ അടച്ചു കൂട്ടിയിട്ടേക്കുക. അങ്ങനെ ഞാൻ മരുന്ന് വയ്ക്കാൻ വേണ്ടി കെമിസ്റ്റ് ബോക്സിൽ വന്നേ. ഇവിടെ രാത്രിയിൽ നല്ല തണുപ്പ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ടൗൺ, ഓറഞ്ച് എന്ന് പറഞ്ഞ ടൗൺ. ഇതാണ് ഓറഞ്ചിലെ പഴയ ഒരു ബിൽഡിംഗ്, പഴയ ഹെറിറ്റേജ് ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. നല്ലൊരു അങ്ങനെ മരുന്ന് വാങ്ങി നമ്മൾ തിരിച്ച് വണ്ടിയുടെ അടുത്തോട്ട് പോവുക. ഇപ്പം രാത്രി ആയപ്പോഴും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. സാറ്റർഡേ നൈറ്റ് ആയിട്ടായിരിക്കും. നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഒന്നുമില്ല, തിരിച്ച് പോകുന്നു, കിടന്നുറങ്ങുന്നു. നാളെ രാവിലെ കുറച്ച് ഗോപ്രോയിൽ വീഡിയോ എടുക്കാൻ. ഞാൻ അവിടെ രാവിലെ മെക്ഡോണൾഡ്സിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി എല്ലാവർക്കും വേണ്ടി. എന്നിട്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് പിന്നെ ഗോപ്രോയിൽ കുറച്ച് വീഡിയോസ് ഇടാം. എന്തായാലും ഇന്നലെ വല്ലാത്തൊരു ദിവസമായിപ്പോയി. മൊത്തം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ ഒരു വീഴലും അതിൻ്റെ പുറകെയുള്ള കാര്യങ്ങളായിപ്പോയി. അതുകൊണ്ട് എന്തായാലും ഗോപ്രോയിലൊന്നും എടുത്തില്ല. പിന്നെ ഇന്നിപ്പോൾ രാവിലെ 8 മണിയായി. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഒരു 12 മണി 1 മണിക്ക് മുമ്പ് വീട്ടിലെത്താൻ. കാരണം എന്നാൽ മഴയൊന്നും രക്ഷപ്പെടുത്തുള്ളൂ. ഇപ്പോൾ ഭയങ്കര മഴയുടെ ടൈമാണ്. അപ്പം അങ്ങനെ അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ പോയി ആദ്യം വാങ്ങിച്ചുകൊണ്ട് വന്നു. അത് കഴിഞ്ഞിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ. നമ്മൾ അവിടെ കഫേലെത്തി. നമ്മൾ മാർവിൻ ബ്രോ ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, റിച്ചാർജിനെ കയറ്റി വിടുക കാലയിൽ. എന്നിട്ട് നമ്മൾ തിരിച്ചു പോകാം. അങ്ങനെ ഞങ്ങളിവിടെ ഒരു ബെൻസൺസ് കഫേ എന്ന് പറഞ്ഞ കഫേ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. നല്ല കുഴപ്പമില്ലാത്ത അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. നമ്മുടെ മാർബിൾ റോഡ് എന്തോ സാധനം ചാടിപ്പോയി. അതെടുക്കാൻ വേണ്ടി പെട്ടെന്ന് ഓടിപ്പോയത് ഓടായിരുന്നു.
ഗായ്സ് അങ്ങനെ നമ്മള് റിട്ടേൺ പോവാ. ഇനിയിപ്പം നേരെ വീട്ടിലെത്തണം. പേരുമഴ വരുന്നുണ്ട്. ഇത് ഗോൾഡൻ പോപ്ലാർസ് എന്ന് പറയും. ഈ മരങ്ങള് ഓട്ടമിൽ നല്ല മഞ്ഞ ഇലയായിട്ട് നിൽക്കുന്ന അടിപൊളിയായിട്ട് നിൽക്കുന്ന മരങ്ങളാണ്. അപ്പൊ നമ്മളങ്ങനെ ഓറഞ്ചിൽ നീങ്ങുന്നാണ്ട് കറക്റ്റ് 3 മണിക്കൂറുണ്ട്. 3 മണിക്കൂറും കൊണ്ട് വീട്ടിലെത്തണം. അവിടെ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നനയെ അവിടെ എത്തുമ്പോഴത്തേന് എന്തായാലും അപ്പോഴത്തേന് വീട്ടിലെത്താൻ നോക്കാം. കാരണം ഇന്നലെ ഭയങ്കര ടയേർഡായിരുന്നു. അപ്പൊ അത്രയും പരിപാടികളൊക്കെ പുറകെ ഓടി. അപ്പം എന്തായാലും അധികം സമയം കളയാതെ വേഗം നോക്കുക. നിങ്ങൾ വ്യൂ എൻജോയ് ചെയ്തോ. അപ്പോൾ ഹൈവേ കയറി മുടിയാട്ടും കടലും കണ്ടേ, കലിയാടണ കാടും കണ്ടേ, പൊടിമഞ്ഞും മഴയും കൊണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞേ. മുടിയാട്ടും കടലും കണ്ടേ, കലിയാടണ കാടും കണ്ടേ, പൊടിമഞ്ഞും മഴയും ടൗണൊക്കെ കണ്ടില്ലേ? ഏകദേശം നമ്മുടെ നാട്ടിലത്തെ ടൗൺ പോലെ. അങ്ങനല്ല, ഏകദേശം വെൺമുകിലും കണ്ടേ, ഓരത്തൊരു മലരും നീട്ടേ, അടിപാടും കിളിയെ കണ്ടേ ഞാനെന്ന